ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളെന്താ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കൊരു സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതും ചട്ടിയിലുണ്ടാക്കിയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. ചട്ടി ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടട്ടെ. അത് പൊട്ടിയതിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചൂടായി വരുന്നതിലോട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഏലക്കയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു ഫ്ലേവർ അത് വേറെ ഒന്നും തന്നെ കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത സബോള ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് 1-2 സബോളയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന്. ആ സബോളയിലോട്ട് നന്നായിട്ട് വേവിക്കണം, അതായത് നന്നായിട്ട് വരട്ടണം. എൻ്റെ ചിക്കൻ കറി അല്ലെങ്കിൽ എൻ്റെ എന്ത് കറി ഉണ്ടാക്കിയാലും അതിൽ സവോള വരലിൽ കുറച്ച് കുറവാട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, എടി നിൻ്റെ കറിയിൽ സവോള ശരിക്കും വരലില്ല എന്ന്. പക്ഷെ കറിക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് ഓൾറെഡി ചൂടായിട്ടിരിക്കുവാണല്ലോ. പിന്നെ നമുക്ക് ഓൾറെഡി ഞാൻ മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ. ഈ മുളക് പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നാരങ്ങ നീരും നമ്മുടെ കരിവേപ്പിലൊക്കെ ചേർത്ത് തിരുമ്മി വെച്ച ചിക്കൻ കറി അത് നമുക്ക് ഇട്ട് കൊടുത്ത് അവനോട്ടിരുന്ന് വേവട്ടെ. മൂടി വെച്ച് തന്നെ വേവിക്കാൻ നമ്മൾ ഓർക്കണം കേട്ടോ. മൂടി വെച്ച് വേവിച്ച ചിക്കൻ കറി ആയിട്ടില്ല, കുറച്ചുകൂടി ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് ഞാനിവിടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറി ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്ന് ഇളക്കി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കറി കണ്ടിട്ട്? എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിവേ, നിങ്ങൾ എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.